ഹലോ, ഗുഡ് മോർണിംഗ് ഗടികളെ. ഞാനിപ്പോൾ ദുബായിലാണ്. ഇന്നത്തെ പ്രത്യേകത വെച്ചാൽ നമ്മുടെ തൃശ്ശൂരിൻ്റെ ഈണം ഓണ പ്രോഗ്രാം ഇന്ന് സ്റ്റാർട്ട് ചെയ്യാണ് ഷാർജ സെൻട്രൽ മാളിൽ. അപ്പോൾ നമ്മളെ ഫ്രണ്ട്സുകളെ വെയിറ്റ് ചെയ്യണം. ഞങ്ങളെല്ലാവരും ഒരുമിച്ചാണ് പോകുന്നത്. അപ്പോൾ ഇന്ന് നമ്മുടെ തൃശ്ശൂരിൻ്റെ ഈണം അടിച്ചു പൊളിക്കാണ്. എല്ലാവരും വന്നോളൂ കേട്ടോ. അപ്പോൾ മുണ്ടൊക്കെ എടുത്ത് ഇങ്ങനെ ഇതാണ് എൻ്റെ ഡ്രസ്സ് കേട്ടോ. ഓണത്തിന് മുണ്ടെടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു വൈബല്ലേ. പിന്നെ ഈ ദുബായ് നഗരത്തിൽ ഇങ്ങനെ മുണ്ടെടുത്ത് നിന്ന് പ്രോഗ്രാമിന് പോകാമെന്ന് പറഞ്ഞാൽ അത് വേറെ വൈബ്. അത് നമ്മുടെ തൃശ്ശൂരിൻ്റെ പ്രോഗ്രാമത്തിന്. അപ്പോൾ എല്ലാവർക്കും ഓണാശംസകൾ കേട്ടോ. അവർ വരുന്നതിന് മുന്നേ കുറച്ച് നേരം കൂടി ഒരു ഫോട്ടോഷൂട്ട്. അപ്പോൾ തന്നെ അവർ വന്നു കിട്ടാ. പിന്നെ ഞങ്ങൾ ഡ്രസ്സിനെ കുറിച്ചിട്ടും ഓരോ ചർച്ചകളായിട്ട് മുന്നോട്ട് ഹാളിലെത്തുമ്പോഴത്തേക്കും നമ്മളെ പിള്ളേർ ഗടികൾ പൂക്കളത്തിൻ്റെ എല്ലാ തയ്യാറെടുപ്പ് എടുക്കണം. നമ്മളെ പിള്ളേർക്ക് വേറെ ലെവലാട്ടാ. ഞങ്ങൾ എത്ര തളർത്താൻ ശ്രമിച്ചാലും ഞങ്ങൾ ഉയർത്തെഴുന്നേൽക്കും കേട്ടോ. അപ്പോൾ ഇതിന് അവസാനം ട്വിസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളതൊക്കെ കാണണം. പിന്നെ ഊഞ്ഞാലൊക്കെ ഉണ്ടായി അവിടെ നിന്നൊരു ഫോട്ടോഷൂട്ടൊക്കെ നടത്തി. ഇത് നമ്മുടെ തൃശ്ശൂർ ഗടികൾ എന്ന് പറഞ്ഞാൽ വളരെ ആക്റ്റീവാണ് കേട്ടോ എല്ലാത്തിനും. ഇത് ഏറ്റവും വലിയ വ്യൂവിൽ തന്നെ തൃക്കരപ്പൻ എന്ന് വെച്ചിട്ടാണ് ഞങ്ങൾ കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്താ ഇത് അതിൻ്റെ മുന്നിലൊക്കെ ഒന്നൊരു ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ നമ്മൾ ചില്ലാവണ്ടേ. അത് കഴിഞ്ഞ് പ്രോഗ്രാമിലേക്ക് കടക്കാണ് കേട്ടോ. അപ്പോൾ പ്രോഗ്രാമിൻ്റെ ഘോഷയാത്ര തുടങ്ങി. ഘോഷയാത്ര ഇങ്ങനെ സ്റ്റേജിൽ തിമിർത്താടിക്കൊണ്ടിരിക്കുകയാണ് അവസാന ഘട്ടത്തിൽ. അതിനിടയ്ക്ക് പായസ മത്സരം നടക്കുന്നതാണ്. അത്യാവശ്യം വലിയൊരു പായസ മത്സരം തന്നെയാണ് ഞങ്ങൾ സംഘടിപ്പിച്ചത് കേട്ടോ. പ്രോഗ്രാം കൺവീനർ ആയതുകൊണ്ട് എല്ലായിടത്തും ഓടി നടക്കേണ്ടതെന്ന് കേട്ടോ. അതിനിടയ്ക്ക് ഫ്രണ്ട്സുകൾ വരുന്നു. ഇത് നമുക്ക് വേണ്ടപ്പെട്ട ഒരു ഫ്രണ്ടാണ് കേട്ടോ. അപ്പോൾ അത് അബുദാബിന്ന് പറഞ്ഞാൽ അവനായിട്ട് പൂരത്തിൻ്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യും. അതിനുശേഷം മേളം സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ 51 പേരുടെ പാഞ്ചാരമേളം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒഫീഷ്യലായിട്ട് പ്രോഗ്രാമുകൾ സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. തിരുവാതിരയോടുകൂടി നമ്മളെ പ്രോഗ്രാമുകൾ സ്റ്റാർട്ട് ചെയ്തു. പ്രോഗ്രാം നടക്കാനിടയ്ക്ക് ഇവിടെ സദ്യ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനിടയ്ക്ക് മാവേലി എല്ലാവർക്കും വിഷയമാണ് സദ്യ. ഓണാശംസകളൊക്കെ നേർന്നുകൊണ്ട് നടക്കണം കേട്ടോ. അതിനിടയ്ക്ക് നമ്മളെ പിള്ളേരും ഉഷാറായിട്ട് നടക്കുന്നു. അതിനിടയ്ക്ക് അവരുടെ ആഘോഷങ്ങൾ നിങ്ങൾ കാണാം. തുടക്കത്തിൽ ഞാൻ പറഞ്ഞില്ല ഇതിൻ്റെ അവസാനം ട്വിസ്റ്റ് ഉണ്ടെന്ന്. ഈ പ്രോഗ്രാം ഞങ്ങൾക്ക് അതിനിടയ്ക്ക് ഒരു സാങ്കേതിക കാരണങ്ങളിൽ നിർത്തിവെക്കേണ്ടി വന്നു കേട്ടോ. പക്ഷേ ഞങ്ങൾ ഈ ഈണം തുടരും കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്യുക അടുത്ത ഭാഗത്തിന് വേണ്ടി.